രണ്ടാം പടിയുടെ അവസാന ഭാഗത്തേക്ക് കിടക്കുമ്പോൾ ഏറ്റവും ചുരുക്കത്തിൽ നമുക്ക് ഒരു ദൈവ സങ്കല്പം ഉണ്ടാകണം. അത് വേറെ ആരുടെയെങ്കിലും സങ്കല്പമല്ല. ഷിബു എന്ന് പറയുന്ന എനിക്ക് തുറന്ന മനസ്സോടുകൂടി ഒരാശയം അല്ലെങ്കിൽ ദൈവം എന്നൊരാശയത്തിൽ ഒരു സങ്കല്പത്തിലേക്ക് എത്താൻ സാധിക്കണം. കൂടാതെ ദൈവം അല്ലെങ്കിൽ GOD എന്ന് പറയുന്ന ആശയം ഗുഡ് ഓർഡർലി ഡയറക്ഷൻ എന്നോ ഗ്രൂപ്പ് ഓഫ് ഡ്രങ്ക്സ് എന്നോ അങ്ങനെ എന്ത് ആശയത്തിൽ ഊന്നിയാണെങ്കിലും ഞാൻ ഈ രണ്ടാം പടിയിൽ അങ്ങനെ എന്നേക്കാൾ വലിയ ഒരു ശക്തിയെക്കുറിച്ച് വിശ്വസിക്കുവാൻ തയ്യാറാകണം. അങ്ങനെ വന്നാൽ മാത്രമേ പിന്നീട് ഞാൻ പാലിക്കേണ്ട ഈ സൊല്യൂഷൻ അല്ലെങ്കിൽ തത്വങ്ങൾ പാലിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയുള്ളൂ. ദൈവത്തെ അല്ലെങ്കിൽ ഗോഡ് എന്ന വാക്കിനെ നമ്മേക്കാൾ വലിയ ശക്തി എന്ന് വിശേഷിപ്പിക്കുവാനായിട്ട് നമ്മൾ രണ്ടാം പടിയിൽ നിശ്ചയിച്ചുറപ്പിച്ചു. രണ്ടാം പടി എന്ന് പറയുന്നത് പിന്നീടുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ മറ്റ് പടികളിലേക്ക് പാലിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പടിയാണ്. ഇപ്പോൾ ഇവിടെ ഒരു തർക്കത്തിന് സാഹചര്യമില്ല എന്ന് അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് സാഹചര്യമില്ല എന്ന് പഴമക്കാർ പറയാറുണ്ട്. കാരണം ഇൻസാനിറ്റിയിൽ നിന്ന് സാനിറ്റിയിലേക്ക് എത്തിക്കാൻ, അതായത് മാനസികമായ സ്വസ്ഥതയുള്ള നമ്മുടെ മനസ്സിനെ ക്രമീകരിക്കാൻ, അല്ലെങ്കിൽ കുഴപ്പമുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇൻസാനിറ്റി ആയിരുന്ന അല്ലെങ്കിൽ ക്രമം തെറ്റിയ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലുണ്ടായിരുന്ന നമ്മുടെ മനസ്സിനെ ഒരു സാധാരണ നിലയിലുള്ള ഒരു മനസ്സിലേക്ക് എത്തിക്കുവാനാണ്, അല്ലെങ്കിൽ കുഴപ്പം പിടിച്ച മനസ്സിൻ്റെ സ്വഭാവ വൈകല്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് കുഴപ്പമില്ലാത്തൊരു മനസ്സിനെ സൃഷ്ടിക്കുവാനാണ് രണ്ടാം പടി നമ്മളെ സഹായിക്കുന്നത്. നമുക്കറിയാം, ഇൻസാനിറ്റി അല്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ച മനസ്സിന് തീർച്ചയായും ചികിത്സ ആവശ്യമാണ്. പക്ഷേ രണ്ടാം പടിയിൽ ഒരു മദ്യപാനിക്ക് അല്ലെങ്കിൽ ഒരു മദ്യാസക്തന് മദ്യമുണ്ടാക്കിയ സ്വഭാവ വൈകല്യങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് പിന്നീടുള്ള പടികളിലൂടെ മാറ്റാൻ സഹായിക്കുന്നത് എന്ന് വിചിന്തനം ചെയ്യുകയാണ്. അപ്പോൾ 1, 2, 3 പടികളിൽ ഒരു പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്. ബാക്കി പടികളിലേക്കുള്ള യാത്രയിലേക്കുള്ള ഒരു പ്രിപ്പറേഷനാണ്. നമുക്ക് ബാക്കി 3-ാം പടിയിലും അല്ലെങ്കിൽ 2-ാം പടിയുടെ ബാക്കി ഭാഗം അടുത്ത ഷെയറിങ്ങിൽ എൻ്റെ അനുഭവങ്ങളോട് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്ന് എന്നെ കേട്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു.